ഒരാഴ്ചയ്ക്ക് മുൻപ് ബെയ്റൂട്ടിൽ ലബനൻ തലസ്ഥാനത്ത് ഇസ്രായേലിന്റെ വ്യോമസേന ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി. ഇത് സംഭവിച്ചതിനു ശേഷം ഹിസ്ബുള്ളയിലുള്ള ചില വ്യക്തികൾ കൂടാതെ ലബനിലെ ചില ജനങ്ങൾ ഏകദേശം 63-ലധികം ആളുകൾ കൊല്ലപ്പെടുന്നു. ഇത് കഴിഞ്ഞ് ഈ ഒരു പ്രവൃത്തിക്ക് ഞങ്ങൾ പ്രതികാരം ചെയ്യാതെ വിടില്ല. ഇസ്രായേൽ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു ഉത്തരം നൽകണമെന്ന് ഹിസ്ബുള്ള അറിയിപ്പ് നൽകി. അടുത്ത് ഒരു റിവഞ്ച് അറ്റാക്കായി 400 പ്രൊജക്ടൈൽസ്, മിസൈൽസ്, ഡ്രോൺസ്, റോക്കറ്റ്സ് ഇങ്ങനെ ഒരു കമ്പൈൻഡ് അറ്റാക്ക് ഇസ്രായേലിന്റെ അസ്ട്രാറ്റ് നേവൽ ബേസിലും മൊസാദിന്റെ വളരെ പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ബേസിലും നടത്തി. അതിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചു. അതേസമയം ലബനനുള്ളിൽ വെച്ച് 5 മെർക്കാവ ടാങ്ക്സിനെ ഒറ്റ ദിവസത്തിൽ ഇസ്രായേൽ നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരു വലിയ നഷ്ടം കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് അറിയാം. ഈ 63 പേരോളം ലബനനുള്ളിൽ കൊല്ലപ്പെട്ടതിനു ശേഷം ഹിസ്ബുള്ളയുടെ നേതാക്കളിൽ നിന്ന്, അതായത് ഇപ്പോൾ ആക്റ്റീവായിരിക്കുന്ന നേതാക്കളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നു. ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന പേരിൽ ലബനിലെ ജനങ്ങളെ ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം അനന്തരഫലങ്ങൾ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും. കൂടാതെ ഇത്തവണ ഞങ്ങൾ ഇസ്രായേലിനെ നേരിട്ട് അവരുടെ കേന്ദ്രത്തിൽ തന്നെ ആക്രമിക്കും. ഇത്തവണ ഞങ്ങൾ ചെയ്യുന്ന പ്രതികാരം വളരെ വലുതായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ രാവിലെ മുതൽ രാത്രി 9 മണിയോളം ഇന്ത്യൻ സമയമനുസരിച്ച് 400 പ്രൊജക്ടൈൽസ്, 400 ലോഞ്ചസ് ലബനനുള്ളിൽ നിന്നും അതിർത്തി കടന്ന് ഇസ്രായേൽ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു. ഇത് ഇന്നുവരെയും സംഭവിച്ചതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ലോഞ്ചാണ്. ഒറ്റ ദിവസത്തിൽ ഇതാണ് ഇത്രയും അധികം നടന്നത്. കാരണം ഇതിനു മുൻപ് വരെയും 320 പ്രൊജക്ടൈൽസ്, 310 പ്രൊജക്ടൈൽസ് ഇങ്ങനെയൊക്കെയാണ് ലബനനുള്ളിൽ നിന്ന് ഇസ്രായേൽ എയർ സ്പേസിനുള്ളിൽ നുഴഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ കൗണ്ടായി തന്നെ നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇവയെല്ലാം ഒറ്റ ദിവസത്തിൽ ഹിസ്ബുള്ള വീണ്ടും ബ്രേക്ക് ചെയ്തു. അവരുടെ ഒരു മാസ് അറ്റാക്ക് ഇസ്രായേലിൽ ഇപ്പോൾ നടത്തി. ഇത് എപ്പോഴും സംഭവിക്കുന്നത് പോലെ ഇസ്രായേൽ എല്ലാ പ്രൊജക്ടൈൽസിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അത്രത്തോളം കൂടുതൽ ഡ്രോൺസും റോക്കറ്റ്സും അകത്തേക്ക് വരുമ്പോൾ ഏതൊരു മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടും കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇത്തവണ ഈ റോക്കറ്റ് എവിടെയാണോ വീണ് പതിച്ചത് അവിടെ വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടായി. ഒരുപാട് നഷ്ടങ്ങളും ഇസ്രായേലിന് വരുത്തി. നാവൽ ബേസിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. ഇസ്രായേൽ മാധ്യമങ്ങൾ അതിനെക്കുറിച്ചുള്ള യാതൊരു റിപ്പോർട്ടും പുറത്തുവിട്ടില്ല. ചില ചിത്രങ്ങളും രേഖകളും ഇസ്രായേലിയർ തന്നെ ഓൺലൈൻ വഴി പുറത്തുവിടുന്നുണ്ട്. അവയെല്ലാം കാണുമ്പോൾ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്, വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിനുമപ്പുറം ടെല്ലവീവിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ, താമസ സ്ഥലങ്ങളിൽ, കെട്ടിടങ്ങൾക്ക് മുകളിലും ഈ പ്രൊജക്ടൈൽസ് വീണ് വലിയൊരു സ്ഫോടനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏകദേശം 50-ലധികം സ്ഥലങ്ങളിൽ ഇവ വീണിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 50-ലധികം സ്ഥലങ്ങളിൽ റോക്കറ്റ്സ് വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇത്തവണ വീണത് ഓപ്പൺ ഏരിയാസിലോ അല്ലെങ്കിൽ ആൾസഞ്ചാരം അധികമൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിലോ അല്ല. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ്സ് വീഴുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഇസ്രായേൽ മാധ്യമങ്ങളുടെ ക്ലെയിം അനുസരിച്ച് 11 വ്യക്തികൾ വരെയും സിവിയർ ഇഞ്ചുറീസുമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതല്ലാതെ മറ്റ് യാതൊരു വിവരവും പുറത്തുവിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് കഴിഞ്ഞ 3 മാസത്തിൽ ഇല്ലാത്തത്ര വലിയൊരു ആക്രമണമായി മാറി. അതും ഒറ്റ ദിവസത്തിൽ 400 പ്രൊജക്ടൈൽസ് ലബനൻ എയർ സ്പേസിനുള്ളിൽ നിന്നും ഇസ്രായേലിനുള്ളിലേക്ക് നുഴഞ്ഞാക്രമിക്കുക. ഇതാണ് ആദ്യത്തെ തവണ. തീർച്ചയായും ഇസ്രായേൽ അല്ലെങ്കിൽ IDF ഇതിനൊരു പ്രതികാര നടപടി തുടങ്ങും. ലബനനുള്ളിലെ ജനങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്ന സപ്പോർട്ട് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഹിസ്ബുള്ള ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം അവർക്ക് അഭയം നൽകി നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷകളെല്ലാം നിങ്ങളും അനുഭവിക്കുമെന്നുള്ള അറിയിപ്പ് നൽകി. അപ്പോ അടുത്ത 2-3 ദിവസത്തിൽ ഒരു വലിയ എയർ റെയ്ഡ് ഇസ്രായേൽ ലബനനുള്ളിൽ നടത്തും. അതേസമയം ലബനന്റെ ഗ്രൗണ്ട് മൂവ്മെന്റ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇസ്രായേൽ സൈനികർ ലബനനുള്ളിലുണ്ട്. ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം 3 മെർക്കാവ ടാങ്ക്സ് സതേൺ ഫ്രണ്ടിൽ വെച്ച് ഇസ്രായേൽ നഷ്ടപ്പെടുത്തി. റഷ്യയുടെ കോർണറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ച് ലബനിലെ ഹിസ്ബുള്ള ഈ പീരങ്കികളെ നശിപ്പിച്ചു. അടുത്ത അരമണിക്കൂറിൽ വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നു. നഷ്ടപ്പെട്ടത് 3 അല്ല, മൊത്തം 5 ആണെന്ന്. ഈ 5 ടാങ്ക് പൂർണ്ണമായും നശിച്ചു. ഹിസ്ബുള്ളയുടെ ഗ്രൗണ്ട് ഫോഴ്സസ് കാരണം ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഫോഴ്സസിനുണ്ടായ ഒരു വലിയ നഷ്ടമായി ഇത് മാറിയിട്ടുണ്ട്. കാരണം 5 ടാങ്കുകൾ നഷ്ടപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ അത് ടാങ്കുകളുടെ നഷ്ടം മാത്രമായിരിക്കില്ല. അകത്തുള്ള ക്രൂ മെമ്പേഴ്സ്,
എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല. 1-2 പേർ രക്ഷപ്പെടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോ വലിയൊരു നഷ്ടം തീർച്ചയായും സൈനികർക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിലുണ്ടായ പ്രശ്നമാണിവയെല്ലാം. അടുത്തത്, ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. വ്ളാഡിമിർ പുടിൻ നൽകിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ കൈയൊന്നും ചലിപ്പിച്ചില്ലായിരുന്നു. അതിനാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ആ വീഡിയോ കാണിച്ച് കൈകളെ സൂം ചെയ്ത് കാണിച്ചുകൊണ്ട് അത് അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതൊരു AI ജനറേറ്റഡ് വീഡിയോ ആയിരിക്കും, അദ്ദേഹത്തിന് എന്തോ വലിയ രോഗമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോ അദ്ദേഹത്തിന് ഒരു പക്ഷേ പക്ഷാഘാതം സംഭവിച്ചോ എന്നുള്ള വാർത്തകൾ വരെ പുറത്തു വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. റഷ്യ ഉക്രൈൻ ആരംഭിച്ച് 3 വർഷമായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പുടിന് പക്ഷാഘാതം സംഭവിച്ചു, അദ്ദേഹത്തിന് വലിയ എന്തോ രോഗമുണ്ട്, സുഖമില്ല. ഇടയ്ക്ക് വലിയ റൂമേഴ്സ് എല്ലാം വന്നിരുന്നു. ക്രെംലിൻ അദ്ദേഹം തലകറങ്ങി വീണു, ഹാർട്ട് അറ്റാക്ക് വന്നു, കോമയിലേക്ക് പോയി. ഇങ്ങനെയുള്ള പല വാർത്തകൾ പുറത്തു വന്നു. ഇതിലൂടെ എല്ലാം ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാ സമയവും അവർ ശ്രമിക്കുന്നുണ്ട് അതിനായി. പക്ഷേ വലിയ രീതിയിലുള്ള വിജയമൊന്നും അവർക്ക് അതിലൂടെ ലഭിച്ചിട്ടേയില്ല. ഇല്ലാത്ത ഒരു പ്രശ്നത്തെ പോലും അവർ ഒരു വലിയ കാര്യമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അത്. പക്ഷേ അത് ഇത്രത്തോളം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ മറ്റൊരു കാര്യം, ICCയുടെ അറസ്റ്റ് വാറന്റ് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർക്കും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർക്കും അടുത്തിടെ നൽകിയിരുന്നു. ഇപ്പോ ഇതൊരു വലിയ ടോപ്പിക്കായി മാറിയിരിക്കുകയാണ്. കാരണം ICCയെ സംബന്ധിച്ച് 124 മെമ്പർ കൺട്രീസ് ഉണ്ട്. റഷ്യ ഉക്രൈനുള്ളിൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നു. ICCയുടെ ഒരു നോൺ മെമ്പർ സ്റ്റേറ്റ്, ഒരു മെമ്പറെ അല്ലാത്ത ഒരു രാജ്യത്തിൽ മറ്റൊരു രാജ്യം യുദ്ധം തൊടുത്തുവിടുകയും അവിടെ മനുഷ്യത്വരഹിതമായ പല കാര്യങ്ങൾ ചെയ്താൽ ICCയെ കൊണ്ടത് വലിയ രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് സ്ട്രോങ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടിപ്പോ ചെയ്യാൻ പോകുന്നത് 2025 ജനുവരി മാസം മുതൽ ഉക്രൈൻ ICCയുടെ 125ാമത്തെ മെമ്പറായി ചേരാൻ പോവുകയാണ്. അപ്പോ ഇതൊരു പ്രധാനപ്പെട്ട മൂവായി കാണാം. പുടിനുള്ള സംഘർഷം അവിടെ അധികമാകും. അതേസമയം ഇസ്രായേൽ ICCയുടെ ഒരു മെമ്പർ അല്ല, റഷ്യയും ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഒരു മെമ്പർ അല്ല, അമേരിക്കയും മെമ്പർ അല്ല. എന്നാൽ പാലസ്തീൻ, ഗാസ, ഈ റെക്കഗ്നൈസ്ഡ് പാലസ്തീൻ ICCയുടെ ഒരു മെമ്പറാണ്. എന്നാൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളോ? യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങളും ICCയുടെ മെമ്പറാണ്. ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ അധികമാകുമോ? അല്ലെങ്കിൽ ഇവർക്കുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും അധികമാകുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.